ഹായ് ഓൾ, എൻ്റെ പേര് രമ്യ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മാറ്റർ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അഥവാ ദ്രവ്യത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളെക്കുറിച്ചാണ്. എന്താണ് ദ്രവ്യം? ഒരു സബ്സ്റ്റൻസിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ഉള്ളതും അതുപോലെ തന്നെ ആ സബ്സ്റ്റൻസിന് ഒരു പ്രത്യേക പിണ്ഡമുള്ള ഏതിനെയും നമുക്ക് എന്തെന്ന് പറയാം? മാറ്റർ എന്ന് പറയാം. അതായത് പിണ്ഡമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതുമായ ഏതൊരു സബ്സ്റ്റൻസിനെയും നമുക്ക് എന്തെന്ന് പറയാവുന്നതാണ്? മാറ്റർ എന്ന് പറയാവുന്നതാണ്. ഇനി എന്താണ് പിണ്ഡമെന്ന് ചോദിക്കാം. പിണ്ഡമെന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ആ സബ്സ്റ്റൻസിൻ്റെ പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 7 തരത്തിലുള്ള സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് 7 തരത്തിലാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, ഫോർത്ത് വൺ പ്ലാസ്മ സ്റ്റേറ്റ്സും, ഫിഫ്ത്ത് വൺ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, സിക്സ്ത് വൺ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഏഴാമത്തെ അവസ്ഥയായിട്ടുള്ളത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. ഇതൊക്കെ കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് 4 അവസ്ഥകൾ കൂടിയിട്ട് മാറ്ററിനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ടൈം ക്രിസ്റ്റല്, 2 ജാൻ ടെല്ലർ മെറ്റല്, 3 എക്സിറ്റോണിയം എന്ന് പറയുന്നൊരു അവസ്ഥ, പിന്നീട് 4ാമതായി വരുന്നത് റെഡ്ബർഗ് പോളറൻസും ആണ്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് സോളിഡ് സ്റ്റേറ്റ്? ഈ സോളിഡ് സ്റ്റേറ്റിൽ മാറ്ററിന് സ്ഥിതി ചെയ്യാനായിട്ട് എന്തുണ്ടാവും? ഒരു പ്രത്യേക സ്പേസ് ആവശ്യമായിട്ടുണ്ടാവും. അതായത് സോളിഡ് സ്റ്റേറ്റിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒന്നുകിൽ ആറ്റംസ് ആവും അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവും. ഈ ആറ്റംസിനും മോളിക്യൂൾസിനും എല്ലാം എന്തുണ്ടാവും? ഒരു പ്രത്യേക ഷേപ്പും ഉണ്ടാവും. ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള ഈ പാർട്ടിക്കിൾസിനെല്ലാം ഒരു പ്രത്യേക വോളിയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഇവയെല്ലാം അടുത്തടുത്തായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റാണ് ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയും പാർട്ടിക്കിൾസ് ആറ്റംസോ മോളിക്യൂൾസോ തന്നെ ആയിരിക്കും. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആറ്റംസ് ആവാം അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. ഈ ആറ്റംസിനും മോളിക്യൂൾസിനും പ്രത്യേകിച്ച് ഷേപ്പ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ അവയ്ക്ക് എന്തുണ്ടാവാം? വോളിയം ഉണ്ടാവാം. ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇതിന് പാർട്ടിക്കിൾസിന് ഈ പ്രത്യേക ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലിക്വിഡ് സ്റ്റേറ്റ് അത് കണ്ടെയ്ൻ ചെയ്യുന്ന പാത്രം അല്ലെങ്കിൽ കണ്ടെയ്നർ അതിൻ്റെ ഷേപ്പിലായിരിക്കും അത് സ്ഥിതി ചെയ്യുക. ഏതൊരു പാത്രത്തിലേക്കാണോ നമ്മൾ ഈ ലിക്വിഡിനെ മാറ്റുക, ആ മാറ്റുന്ന പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ഈ ലിക്വിഡിന് ഉണ്ടായിരിക്കുക. ഇവിടെയെന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റംസ് വളരെ കമ്പാരിറ്റീവ്ലി ലൂസർ മാനറിലായിരിക്കും. അതായത് സോളിഡിനെക്കാട്ടിയും കുറച്ചുകൂടി അയഞ്ഞ രീതിയിലായിരിക്കും പാർട്ടിക്കിൾസ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്തോ ആയിരിക്കും? സഞ്ചാര സ്വാതന്ത്ര്യവും കൂടുതലായിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റാണ് നമ്മൾ പറയാൻ പോകുന്ന ഗേഷ്യസ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇറഗുലറായിട്ട് സഞ്ചരിക്കുന്നവയായിരിക്കും. അവയ്ക്ക് ഷേപ്പോ വോളിയമോ ഒന്നും തന്നെ കാണത്തില്ല. ഷേപ്പും വോളിയവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവയ്ക്കും എന്താണ്? അത് ക്യാരി ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ അതേ ഷേപ്പായിരിക്കും ഉണ്ടാവുക. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ബലൂൺ എടുത്ത് അതിനകത്ത് ഗ്യാസ് നിറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഗ്യാസിൻ്റെ ഷേപ്പ്, അതായത് ആ ഗ്യാസ് ഉൾക്കൊള്ളുന്ന ബലൂണിൻ്റെ ഷേപ്പായിരിക്കും ആ ഗ്യാസിനുണ്ടായിരിക്കുക. ഗ്യാസിൻ്റെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയായിരിക്കും തോന്നാറുള്ളത്. അടുത്തത് 4ാമത്തെ സ്റ്റേറ്റായ പ്ലാസ്മ സ്റ്റേറ്റാണ്. പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന സ്റ്റേറ്റാണ് പ്ലാസ്മ സ്റ്റേറ്റ്. അതുമാത്രമല്ല അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും പ്ലാസ്മ സ്റ്റേറ്റാണ്. നമ്മുടെ സൗരയൂഥത്തിലെ സൂര്യനും മറ്റ് നക്ഷത്രങ്ങളിലും കാണപ്പെടുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മ സ്റ്റേറ്റ് തന്നെയാണ്. ഈ പ്ലാസ്മ സ്റ്റേറ്റ് കണ്ടെത്തിയത് വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഈ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും കൂടി ചേർന്നിട്ടാണ്
ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. എങ്കിലും ഇതിന് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയതും ഇങ്ങനെ ഒരു ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട് എന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചതും കോൾ വീമാനും എറിക് കേണലും 1995 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൽ സൂപ്പർ ഫ്ലൂയിഡ് ഫോമിലാണ് എന്ത് കാണപ്പെടുന്ന മാറ്റർ കാണപ്പെടുന്നത്. എങ്ങനെയാണ് ഈ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ, മാറ്ററിനെ അഥവാ ദ്രവ്യത്തിന് നമ്മുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അതായത് 0 കെൽവിൻ അല്ലെങ്കിൽ -273 കെൽവിനിലേക്ക് പെട്ടെന്ന് കൂൾ ചെയ്തിട്ട് തണുപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ സൂപ്പർ ഫ്ലൂയിഡ് എന്നും അറിയപ്പെടുന്നു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റിനെ കുറിച്ചാണ്. ഫെർമിയോണിക് കണ്ടൻസേറ്റിൻ്റെ എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫെർമിയോൺസ് ആണ്. ഇത് കണ്ടുപിടിച്ചത് ഡെബോറ ജീൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. 2003 ഫെർമിയോണിക് കണ്ടൻസേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഫെർമിയോൺസ് ആണ് അവിടെ വരുന്നത്. ഇത് ഒരു സൂപ്പർ ഫ്ലൂയിഡ് ഫോം ഓഫ് മാറ്റർ തന്നെയാണ്. ഇവിടെയും എന്താണ്? കൂളിംഗ് കപ്പാസിറ്റി തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അടുത്ത അവസ്ഥയായിട്ടുള്ള കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. ഈ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയിൽ കോർക്ക് എന്ന് പറയുന്ന ടേം കണ്ടുപിടിച്ചത് മൊറേ ഗിൽമാൻ ആണ്. അതേസമയം കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന സ്റ്റേറ്റ് കണ്ടെത്തിയത് മൊറേ ഗിൽമാനും ജോർജ് സ്വീഗും കൂടി ചേർന്നിട്ട് 1964 ഈ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയും സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് തന്നെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ കോർക്കുകളായിട്ടും ഗ്ലൂവോണുകളായിട്ടാണ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത്. അവിടുത്തെ പാർട്ടിക്കിൾസ് കോർക്കുകളായിട്ടും ഗ്ലൂവോണുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ കോർക്കുകളെ തമ്മിൽ പരസ്പരം കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂവോണുകളെ യൂസ് ചെയ്യുന്നത്. ഈ കോർക്കുകൾക്ക് അതിൻ്റെ കോർക്കുകൾക്കിടയിലൂടെ മാറ്ററിനെ ഇങ്ങനെ പാസ് ചെയ്ത് പോകണമെങ്കിൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുന്നത് ആരാണ്? ഗ്ലൂവോൺസ് ആണ്. അതാണ് ഇവിടെ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയുടെ പ്രത്യേകത. പരസ്പരം ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സുകളാണ്. ഇങ്ങനെ ഉപയോഗിച്ച് കോർക്കുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നു. ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കോർക്കുകളെ അറിയപ്പെടുന്ന പേരാണ് ഹാർഡോൺസ്. അപ്പോൾ എന്താണ്? സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ചാണ് ഈ കോർക്കുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്താറുള്ളത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുള്ള കോർക്കുകൾ അറിയപ്പെടുന്ന പേരാണ് ഹാർഡോൺസ്. ഇനി ഹാർഡോൺസിൻ്റെ സ്റ്റേബിൾ ഫോംസിനെ പറയുന്ന പേരാണ് പ്രോട്ടോൺസ്. നമ്മുടെ പ്രോട്ടോൺസ് ആണ് ഹാർഡോൺസിൻ്റെ സ്റ്റേബിൾ ഫോംസിനെ പറയുന്നത്. ഇനി അടുത്തത് ഈ ഹാർഡോൺസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാവുന്നതാണ്. ഹാർഡോൺസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് മീസോൺസ്, രണ്ടെന്ന് പറയുന്നത് ബാരിയോൺസ്. ബാരിയോൺസും മീസോൺസുമാണ് ഹാർഡോൺസിനെ രണ്ടായി തിരിച്ചിട്ടുള്ളത്. എന്താണ് മീസോൺസ്? മീസോൺസ് എന്ന് പറയുന്നത് മാസീവ് പാർട്ടിക്കിൾസ് ആണ്. അവിടെ കോർക്ക് ആൻറ്റി കോർക്ക് പെയർ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള മാസീവ് പാർട്ടിക്കിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? മീസോൺസ് എന്ന് പറയുന്നത്. ബാരിയോൺസ് എന്ന് പറഞ്ഞാൽ നോർമൽ പാർട്ടിക്കിൾസ് തന്നെയാണ്. ഏത് പാർട്ടിക്കിൾസ് വേണമെങ്കിലും ആവാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. 3 എന്തേ ആവാവൂ? കോർക്സേ ആവാവൂ. അങ്ങനെ 3 കോർക്സ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഏതൊരു പാർട്ടിക്കിളിനെയും നമുക്ക് ബാരിയോൺസ് എന്ന് പറയാവുന്നതാണ്. കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയുടെ കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫിനെ കുറിച്ചാണ്. ലൈഫിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സിനെ കുറിച്ചാണ്. നമ്മുടെ ഏതൊരു മാറ്ററും ക്യാരി ചെയ്യുന്ന ഒരു എനർജി ഉണ്ടാവും. അങ്ങനെ ക്യാരി ചെയ്യുന്ന ഒരു മാറ്റർ ക്യാരി ചെയ്യുന്ന ഒരു എനർജിയെ പറയുന്ന പേരാണ് ബോസോൺ. ഇപ്പം ബോസോൺ ക്യാരി ചെയ്യുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആ മാറ്റർ ക്യാരി ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ബോസോൺസിനെ പറയുന്ന പേരാണ് ഫോട്ടോൺസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ക്യാരി ചെയ്യുന്ന ബോസോൺസ് ആണ് ഫോട്ടോണുകൾ. ഇനി അതല്ല,
ചില എന്താണ് ബോസോണുകൾ ക്യാരി ചെയ്യുന്നത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ആയിരിക്കും. ഇങ്ങനെയുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ക്യാരി ചെയ്യുന്ന ബോസോൺസിനെ പറയുന്ന പേരാണ് ഗ്ലൂവോൺസ്. ഗ്ലൂവോൺസ് എന്നാണ് ഇങ്ങനെയുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് ക്യാരി ചെയ്യുന്ന ബോസോൺസിനെ അറിയപ്പെടുന്നത്. ഇനി അതുമല്ല, ബോസോൺസ് ക്യാരി ചെയ്യുന്നത് വീക്കസ്റ്റ് ആയിട്ടുള്ള എന്തായിരിക്കും വീക്കസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ആണ് എങ്കിൽ അങ്ങനെയുള്ള ബോസോൺസിനെയാണ് W ആൻഡ് Z ബോസോൺസ് എന്നറിയപ്പെടുന്നത്. W ആൻഡ് Z ബോസോൺസ് എന്നറിയപ്പെടുന്നത്. ഇനി ബോസോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് പോൾ ഡിറാക്കാണ്. പോൾ ഡിറാക്കാണ് എന്ത് കണ്ടുപിടിച്ചത്? ബോസോൺ കണ്ടുപിടിച്ചത്. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണ്? ഹിഗ്സ് ബോസോൺ എന്താണെന്നാണ്. ഹിഗ്സ് ബോസോൺ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നത് ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവകണം എന്നാണ്. അപ്പോൾ ഈ ഹിഗ്സ് ബോസോണിന് ദൈവകണം എന്ന് പേര് കൊടുത്തത് ആരാണ്? ആ ഒരു ടേം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലിയോൺ ലിഡർമാൻ ആണ്. അപ്പം നമ്മുടെ പ്രപഞ്ചത്തിൽ എന്ത് പാർട്ടിക്കിൾസ് എടുത്താലും അതിൻ്റെ എല്ലാ അടിസ്ഥാന കണം അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഹിഗ്സ് ബോസോൺ ആണെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഹിഗ്സ് ബോസോൺ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബോസോൺ പാർട്ടിക്കിൾസിനെ കുറിച്ചും മറ്റ് പാർട്ടിക്കിളുകളെ കുറിച്ചും സ്റ്റഡി ചെയ്യാനായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും സയൻറ്റിസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു എക്യുപ്മെൻ്റാണ് LHC എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്. LHC എന്ന് പറഞ്ഞാൽ ലാർജ് ഹാർഡ്-ഓൺ കോളിഡർ. എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കൂടുതൽ ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.